हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. 56 57 ശ്ലോകം തന്നെ. 56 57 ഒന്നിച്ചു ചെല്ലാം. അജോ മഹാർഹ സ്വാഭാവ്യോ ജിതാമിത്ര പ്രമോദന ആനന്ദോ നന്ദനോ നന്ദ സത്യധർമാത്രിവിക്രമ മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി ത്രിപദസ്ത്രിദശാധ്യക്ഷോ മഹാശൃംഗകൃതന്തകൃത്. കൃഷ്ണ. ഇന്നത്തെ നാമം 525 പ്രമോദന. പ്രബോധനം എന്ന് വെച്ചാൽ വളരെ ആനന്ദിക്കുന്നവനും യോഗികളെ ആനന്ദിപ്പിക്കുന്നവനും. രണ്ടും, ആനന്ദിക്കുന്നവനും ആനന്ദിപ്പിക്കുന്നവനും നടത്തും. ഒറ്റയ്ക്ക് ആ പരമാനന്ദം സൂക്ഷിക്കല്ല, അത് അതിൻ്റെ അർഹതപ്പെട്ടവർക്ക് ആ പരമാനന്ദം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക, അവരെ ആനന്ദിപ്പിക്കുക. യോഗികളെ, എലിജിബിൾ ആയിട്ടുള്ള സാധകന്മാർക്ക്, യോഗികൾക്ക് ആനന്ദം പ്രകടമാക്കി കൊടുക്കുക, ആനന്ദം അനുഭവിപ്പിക്കുക, സ്വയം അനുഭവിക്കുന്നത് കൂടാതെ. അതാണ് പ്രമോദ എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ സ്വാഭാവ്യനായ ഭഗവാൻ, അഭാവ്യനായ ഭഗവാൻ, എന്നാലും നമ്മൾ കണ്ടില്ലേ, ജനനമില്ലാത്ത ഭഗവാൻ സദാ ആത്മാമൃത രസത്തിൽ മുഴുകിയിരിക്കുകയാണ്. നെക്ടാറിയൻ എക്സ്പീരിയൻസ് മാത്രമല്ല, തന്നിൽ ധ്യാനനിരതരായ എല്ലാ യോഗികൾക്കും ആ ആനന്ദം പകർന്നു നൽകുകയും ചെയ്യുന്നു. അതാണ് എൻ്റെ അർത്ഥം നമ്മൾ പറയുന്നത്. ഭഗവത്ഗീതയിലും വളരെ സ്പഷ്ടമായിട്ട് ഇത് പറയുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ യോന്തസുഖോന്തരന്തരാത്മാ തഥാന്തർജ്യോതിയേവയാ സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി എന്ന് പറയുന്നത്. യോ അന്ത സുഖോ അന്തരാരാമ യോന്തോ സുഖ അന്തരോ രാമ തഥാ അന്തർജ്യോതി ഏവയാ സ യോഗി, ആ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോ അധിഗച്ഛതി എന്ന് പറയാം. അപ്പം യാതൊരുത്തൻ സമാധി നിഷ്ഠയിൽ യോ അന്തരസുഖോ അന്തരരാമ തഥാ അന്തർജ്യോതി ഏവയാ, അപ്പോൾ ഏതൊരുത്തനാണോ സമാധി നിഷ്ഠയിൽ, ആ ഡിസിപ്ലിനിൽ സ്ഥിതി ചെയ്യുന്നത്, ആത്മാവിൽ തന്നെ മനസ്സുറപ്പിച്ചിരിക്കുന്നുവോ, ബ്രഹ്മനിഷ്ഠ, സമാധി നിഷ്ഠ എന്നൊക്കെ പറയില്ലേ, ഡിസിപ്ലിൻ ഓഫ് മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷനിൽ ആരാണോ, ആ നിഷ്ഠയിൽ, ആ ഡിസിപ്ലിനിൽ, ആ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തും കൊണ്ട്
ആത്മാവിൽ തന്നെ മനസ്സുറപ്പിക്കുന്നുവോ, യഥാ അന്തർജ്യോതി ഏവയാ. മനസ്സിലായില്ല? ആദ്യത്തെ 2 വരി. യോ അന്ത സുഖോ അന്തരരാമ യഥാ അന്തർജ്യോതിയേവയ സ അവൻ, അന്തർജ്യോതിയേവയ സ യോഗി ആ യോഗി, സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോ അധിഗച്ഛതി. അവൻ ആത്മാവിൽ തന്നെ രമിക്കുന്നു എന്നർത്ഥം. അപ്പം എന്നെ എന്തെന്നാൽ ഭഗവാൻ പ്രമോദനാകുന്നത് കൊണ്ട് ആ സൗകര്യം അവർക്ക് ചെയ്തു കൊടുക്കുന്നു. ബ്രഹ്മനിഷ്ഠയിലിരിക്കുന്ന ഒരാൾക്ക് സദാസമയത്തും മനസ്സ് ബ്രഹ്മത്തിൽ തന്നെ മുറുകിയിരിക്കുന്ന ഒരാൾക്ക് സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോ അധിഗച്ഛതി. മനസ്സിലായി? അന്തസുഖന്തരാരാമ അന്തർജ്യോതിസ്സുമങ്ങവൻ. സുഖാന്തരാരാമ അന്തർജ്യോതിസ്സുവണ്ടവൻ. ഉള്ളിലെ ജ്യോതിസ് അനുഭവിച്ചു കൊണ്ടിരിക്കുക, സദാസമയത്തും മനസ്സിനെ ധ്യാനനിർവൃതനായിട്ട് ഉള്ളിലേക്ക് ബുദ്ധി അടക്കം മനസ്സിനെ പിടിച്ചു കെട്ടിരിക്കുക. ബ്രഹ്മഭൂതനവൻ യോഗി ബ്രഹ്മാനന്ദമണഞ്ഞിടും. സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതനവൻ. സ അവൻ യോഗി ബ്രഹ്മാനന്ദമണഞ്ഞിടും. അവൻ ബ്രഹ്മാനന്ദം കിട്ടും, അനുഭവിക്കുന്ന അർത്ഥം. Therefore, ഭഗവാൻ is granting him the status of ആനന്ദ പ്രമോദന. അത് കൊടുക്കുന്നു എന്നർത്ഥം. ആ ഒരു ഡിസിപ്ലിനിലിരിക്കുന്ന നേരത്ത് നമുക്ക് കിട്ടുന്ന ആനന്ദമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അതീവ ആനന്ദമാണത്. കാരണം അത് നമ്മളുടെ പരിമിതമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പരിമിതമായിട്ടുള്ള മനസ്സിനെ കൊണ്ട് നമുക്ക് അത് പറഞ്ഞ് പുറത്തേക്ക് ഒരു എമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ബുദ്ധിവൈഭവം കൊണ്ട് കാണിച്ചു കൊടുക്കാം. ഇതിൻ്റെയൊക്കെ വളരെ പരിമിതിയായിട്ടുള്ളൊരു ഇതാണ്. എക്സ്റ്റേണൽ പ്ലഷേഴ്സ് ഓർ എന്താ പറയുക, ചെറിയ നക്കാപ്പിച്ച സുഖങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം. ആയി എന്ത് സുഖമാണ് ഉപ്പിലിട്ട് കൂട്ടിയാൽ, നല്ല കട്ട തൈര് ഒഴിച്ച ചോറ്, കടുമാങ്ങ ഒരു കഷ്ണം കണ്ട് കടിച്ച് തിന്നാം, എന്താ സുഖം. ഇതൊക്കെ പറഞ്ഞ് നമുക്ക് അനുഭവിപ്പിക്കാം, പറഞ്ഞ് മനസ്സിലാക്കാം. മറ്റത് കിട്ടുന്ന ഒരു സുഖം നമുക്ക് എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് നമ്മൾ പറയാം സുഖം. ഇപ്പം ശരീര മനോബുദ്ധിയിൽ നിന്ന് കിട്ടുന്ന പരിമിതമായുള്ള സുഖമല്ല, അതിനെ ത്യജിച്ചിട്ട് ശാശ്വതമായ ആനന്ദം അനുഭവിക്കുന്നത്. ഈ ചെറിയ കുട്ടി സുഖങ്ങളെയൊക്കെ ത്യജിച്ച് പരിമിതമായിട്ട് നമുക്ക് ഇന്ദ്രിയങ്ങളിൽ നിന്നും മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നൊക്കെ കിട്ടുന്ന സുഖത്തിനെ ത്യജിച്ച്, those are all pleasures. അതൊക്കെ നിസ്സാരം, വരും പോവും, ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോവും. ഹോപ്പ്ലെസ് പീപ്പിൾ ടു ഡിപ്പെൻഡ് അപ്പോൺ. സദാ സുഖമൊന്നും കിട്ടില്ല. അതിനെ ത്യജിച്ച് കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, ആ സുഖം ഈസ് ഇൻഎക്സ്പ്ലിക്കബിൾ. പിന്നെ ആ അവസ്ഥയിൽ എനിക്ക് കിട്ടുന്ന ആനന്ദത്തിന് ഞാൻ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് അതിലെ വേറൊരു ബ്യൂട്ടിഫുൾ കണ്ടീഷൻ. നമുക്ക് ബാഹ്യമായിട്ട് ഇന്ദ്രിയങ്ങൾ വഴി, മനസ്സ് വഴി, ബുദ്ധി വഴി കിട്ടുന്ന എല്ലാ സുഖങ്ങൾക്കും ഒന്നല്ലെങ്കിൽ ഒരു കാരണം ഡിപ്പെൻഡൻ്റാണ്. അതുണ്ടെങ്കിൽ എനിക്ക് സുഖമാണ്. ബസ് നേരത്തെ വന്നാൽ സുഖമാണ്, നേരം വൈകിയാൽ സുഖമില്ല. പരീക്ഷ പാസ്സായാൽ സുഖം കിട്ടും, ജോലി പ്രൊമോഷൻ കിട്ടിയാൽ സുഖം, മകളുടെ കല്യാണം കഴിഞ്ഞാൽ സുഖം, 28 ഗംഭീരമായിട്ട് നടന്നാൽ സുഖം, പാൽപ്പായസത്തിന് സ്വാദുണ്ടെങ്കിൽ സുഖം. അപ്പോൾ എല്ലാ സുഖങ്ങൾക്കും ലോകത്തിലുള്ള ആലോചിച്ച് നോക്കുന്നു, നമ്മൾ അനുഭവിക്കുന്ന പരിമിതമായിട്ടുള്ള എല്ലാ സുഖങ്ങൾക്കും ഇറ്റ് ഡിപ്പെൻഡൻ്റ് ഓൺ സംതിങ് എൽസ്. ഒന്നിനെ ആശ്രയിച്ചിരിക്കുന്നത്, ഒന്നിനെ ആശ്രയിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ.
നമുക്ക് സുഖത്തിനൊരു കുറവില്ല. നമുക്ക് പല രീതിയിൽ ദുഃഖം ഉണ്ട് അപ്പുറത്ത്, അത് വേറെ, അതിരിക്കട്ടെ. ഈ സുഖത്തിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ സുഖം അനുഭവിക്കാത്ത മനുഷ്യരാരും ഇല്ലല്ലോ ശ്രോതാക്കളിൽ. എല്ലാവർക്കും സുഖം ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ സുഖം കിട്ടുന്നുണ്ട്. ഈ സുഖം കുറേ സുഖങ്ങൾ എടുത്തിട്ട് മനസ്സിലൊന്ന് അനലൈസ് ചെയ്യും. 2 സെക്കൻഡ് മതി, അത് സ്പ്ലിറ്റ് സെക്കൻഡിൽ അതൊക്കെ നടക്കും. നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യൂ ഇപ്പം തന്നെ, പ്രാക്ടിക്കൽ. എല്ലാവരും ഒന്ന് സുഖങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. എന്തെല്ലാം സുഖങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഫോർ ദ ലാസ്റ്റ് 24 hours. പഴയതൊക്കെ വിട്, ഓർമ്മ വെച്ച് കൊണ്ടുവരണ്ടേ, താങ്ങി പിടിച്ച് കൊണ്ടുവരണ്ടേ, അതൊന്നും വേണ്ട. ഇന്നലെ മുതൽ ഇന്ന് വരെ എന്തെല്ലാം സുഖങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു റീപ്ലേ ചെയ്തപ്പോൾ മനസ്സിലിങ്ങനെ ആ സ്ക്രീനിൽ ഇങ്ങനെ വന്നില്ലേ സുഖങ്ങൾ ഏതൊക്കെയാണ്, പിക്ചറടക്കം. ഇനി അത് ഓരോ സുഖം, അല്ലെങ്കിൽ അതിൽ 2 3 സുഖം പിക്ക് ചെയ്തോളൂ, ഇഷ്ടമുള്ളത് പിക്ക് ചെയ്തോ. ആ സുഖം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കണം? ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ടോ? എന്നോട് പറയണ്ട, സ്വയം ബോധം ഉണ്ടായാൽ മതി. ഒന്നല്ലെങ്കിൽ ഒന്ന് സാധനത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒന്നിലധികമോ, 1 or more ചുറ്റുപാടിനെയോ വ്യക്തിയോ കാര്യങ്ങളെയോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സുഖമല്ല നമ്മൾ അനുഭവിക്കുന്നത്. ഡിപ്പെൻഡ് ചെയ്യാത്തൊരു സുഖം നമ്മൾ അനുഭവിക്കുന്നില്ല. ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യാണ്ട സുഖം അനുഭവിക്കുന്നില്ലല്ലോ. ആയി നല്ല സുഖമായിട്ട് ഉറങ്ങി, ഉറങ്ങിയപ്പോഴല്ലേ കിട്ടിയുള്ളൂ സുഖം, ഉറങ്ങണതിന് മുമ്പ് കിട്ടിയോ? അപ്പോൾ അത് കണ്ടീഷനിലായില്ലേ? അതാ പറഞ്ഞു, എന്ത് സുഖവും. നല്ല സ്വപ്നം കണ്ടു, എന്താ രസമായിരുന്നു അറിയാം, അത് എക്സ്പീരിയൻസ് അല്ലേ. സ്വപ്നം കണ്ടു, അപ്പോൾ സുഖം കിട്ടി. അപ്പോൾ അതിൽ ഡിപ്പെൻഡ് ചെയ്ത് എന്താ, സ്വപ്നത്തിന് ഡിപ്പെൻഡ് ചെയ്തു. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്ന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മൾ സുഖം കിട്ടാൻ. ഒന്നല്ലെങ്കിൽ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യണം, യാതൊരു സംശയമില്ല. സുഷുപ്തി അവസ്ഥയിൽ അല്ലെങ്കിൽ തുര്യാവസ്ഥയിൽ, സുഷുപ്തി അവസ്ഥയിൽ നമുക്ക് സുഖം കിട്ടിയെന്ന് നമ്മൾ പറയുമ്പോൾ, ആ ഉറക്കത്തിൽ സുഖമായിട്ട് ഉറങ്ങി നമ്മൾ തിരിച്ചു എന്ന് പറയുമ്പോൾ, അതാണല്ലോ ഇപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കണം ആരുടെയും ശല്യമില്ലാണ്ട് കുറച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റിയെന്ന്. ആ ഉറക്കത്തിൽ കിട്ടുന്ന സുഖത്തിനും എന്താ ബേസ്, എന്താ കാരണം? അതിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം? ഉറക്കത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. ഉറക്കമില്ലെങ്കിൽ എവിടെ സുഖം കിട്ടുക? അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സുഖമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സാധനത്തിനോട്, ആ കാര്യത്തിനോട് അടിമയായിപ്പോയി അല്ലേ? ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ അടിമ എന്നല്ല എൻ്റെ അർത്ഥം. നമ്മൾ അതിൻ്റെ വശത്തായിപ്പോയി. അപ്പോൾ അടിമത്തത്തോടു കൂടി അനുഭവിക്കുന്ന ആനന്ദമാണ് നമുക്ക് കിട്ടുന്നത്. ആനന്ദം ഓർ എ സുഖം വിത്ത് എ സെൻസ് ഓഫ് ബോണ്ടേജ്, അടിമത്വം, ഫൈനൈറ്റ്, ലിമിറ്റഡ്. രാത്രി സത്രത്തിൽ പോയിട്ട് ക്ഷീണിച്ചിട്ട് കിടന്ന് ഉറങ്ങിയ ഒരാൾ ആ കിടക്കാൻ നോക്കിയപ്പോൾ സുഖമായിട്ട് ഒരാളുടെ കയ്യിൻ്റെ മുകളിൽ തലവെച്ചിട്ടാണ് കിടന്നത്. അയാളിങ്ങനെ കൈ നീട്ടിയിട്ടുണ്ടായിരുന്നു. അയാളും കിടന്ന് ഉറങ്ങുക, ആ കൈ ഇങ്ങനെ നീട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇടത്തെ കൈ ഇങ്ങനെ നീട്ടിയിട്ടുണ്ടായിരുന്നു. അയാൾ ഉറങ്ങുക. അപ്പോൾ ഈ വന്ന ആൾക്ക് തലോണിയൊന്നുമില്ല, അയാൾക്ക് തലോണില്ലെങ്കിൽ ഉറക്കവും വരില്ല. അയാൾ വേഗം വന്ന വഴിക്ക് എന്ത് ചെയ്തു പറയും, അങ്ങനെ അതേ വസ്ത്രത്തോട് കൂടിയിട്ട് അങ്ങോട്ട് കിടന്ന് നല്ല ഉറക്കണ്ടേ, നേരെ ഇയാളുടെ കയ്യിൻ്റെ മുകളിൽ തല വെച്ചിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങി. നല്ല സുഖം. എന്താ സത്രത്തിൽ കുറച്ച് നേരം ഉണ്ടായി ഉറക്കം അറിയോ? എന്താ സുഖം അറിയോ? അറിഞ്ഞില്ല നേരം പോയത്. സുഖമായിട്ടുള്ള ഉറക്കമായിരുന്നു. പിന്നെ എന്തേ സുഖത്തിന് പറ്റിയേ? അയാൾ 3 മണിക്ക് നീട്ടിൽ പോക്കാൻ പോയി. അയാളുടെ കൈ അവിടെ വെച്ച് പോകാൻ പറ്റുമോ? അയാളെ കൈ എടുത്ത് പോയി. അപ്പോഴാണ് അവൻ്റെ തലമണ്ട എന്ന് താഴ്ത്ത് മുട്ടിയത്. അപ്പോൾ സുഖം എന്തായി? അപ്പോൾ ദാറ്റ് സുഖം വിച്ച് ഈസ് ഡിപ്പെൻഡിങ് upon the other man's hand, when that hand is withdrawn, your happiness goes. ഞാൻ ആ സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ആരുടെ കയ്യിനെയാണോ ആശ്രയിച്ചിരുന്നത്, ആരുടെ ഹസ്തങ്ങളെയാണോ ഞാൻ ആശ്രയിച്ചിരുന്നത്, അയാളുടെ നേരെ ആയപ്പോൾ കൈ പിന്നാക്കം വലിച്ചു. അയാൾ തെച്ചു പറയാൻ പറ്റുമോ? അയാളോട് ചോദിച്ചിട്ടല്ലോ ഞാൻ തല വെച്ചത്. അയാളുടെ നേരെ ആയപ്പോൾ അയാൾ പോയി.
അപ്പോൾ ഡീം തല താഴ്ത്തു വീണു. ഇതുള്ളൂ ജീവിതം എന്ന് പറയേണ്ടതാണ്. ജീവിതം എന്ന് പറയുന്നത് ഇതാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വളച്ചൊടിക്കാം. അപ്പോൾ ശാശ്വതമായിട്ട് അല്ലാത്ത സുഖം നമുക്ക് കിട്ടുന്നതെല്ലാം, ഭൗതിക സുഖങ്ങൾ പ്രത്യേകിച്ച്, എല്ലാം ഏതിനോടോ ഒന്നിനോട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അടിമത്വപ്പെട്ടിരിക്കുന്ന സുഖങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അന്യാശ്രയത്തിൽ നിന്ന് കിട്ടുന്ന സുഖം എത്ര വലുതാണെങ്കിലും അതിലൊരു സുഖവുമില്ല. എത്ര വലിയ സുഖമാണെങ്കിലും ശരി, സ്വർണം കൊണ്ട് അങ്ങോട്ട് പൊതിഞ്ഞാലും ശരി. ഒരാൾ രാജാവ് തത്ത കണ്ടിട്ട് ഭ്രമിച്ചു. നല്ല തത്ത, കാട്ടിൽ ഓടി നടക്കുന്ന തത്ത. നായട്ടിന് പോയപ്പോഴേ നായകനെ പിടിച്ചോണ്ട് വന്നു. നേരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ തേൻ, അതിൻ്റെ ഭക്ഷണം എന്താക്കി അറിയും, സുഖമായിട്ട് നല്ലോണം അങ്ങോട്ട് കുളിപ്പിച്ചു. നല്ല സെൻറ്റ്, റോസ് വാട്ടറൊക്കെ ഇട്ടിട്ട്, സെൻറ്റൊക്കെ ഇട്ടിട്ട് കേമായിട്ട് കുളിപ്പിച്ച്, നല്ലൊരു നൈസായിട്ടുള്ള സോഫ്റ്റ് തോർത്തോണ്ടൊക്കെ ഒന്ന് മെല്ലെ തോർത്തി തടവി, വേദനിച്ചൊന്നുമില്ല അതിന്. അത് കഴിഞ്ഞ് അതിന് വിശക്കുണ്ടാവും എന്ന് ചോദിച്ചിട്ട് ഭക്ഷണം എന്താ കൊടുക്കണം? നമുക്ക് പോലും അങ്ങനത്തെ ഭക്ഷണം കിട്ടില്ല. ബാദാം, കശുവണ്ടി ഇതൊക്കെ പൊട്ടിച്ച് പൊടിയാക്കി പാലിൽ ചാലിച്ച് അതിൽ കുറച്ച് തേനൊഴിച്ച്, ഇനിയിപ്പോൾ എന്താ വേണ്ടത്? അങ്ങനത്തെ ഭക്ഷണം. വിശ്രമിക്കാൻ നല്ലൊരു സോഫ പോലെയുള്ളൊരു അറേഞ്ച്മെൻറ്റ്, ഒരു ചെറിയ കൂട്ടിൽ ഒരു അറേഞ്ച്മെൻറ്റ്. സുഖമായിട്ട് വിഹരിക്കാം അവിടെ, കുഴപ്പമില്ല. അവിടെ ഇവിടെയൊക്കെ പറന്ന് നടക്കാം, ചെറിയ ഇതിലൊക്കെ പറന്ന് നടക്കാം. ചെറിയൊരു കൂട്. ആ കൂടോ സ്വർണ്ണക്കൂട്. സാധാരണക്കാർക്ക് നമുക്കത് ആലോചിക്കാൻ പറ്റുമോ? ഒരാളുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെയുള്ള ഭക്ഷണം, എന്നും ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്, ഒരു VIP ട്രീറ്റ്മെൻറ്റ്. എന്താ ഇപ്പോൾ തത്തയ്ക്ക് കുറവ്? താമസിക്കുന്നതോ സ്വർണ്ണ വീട്ടിൽ, സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ വീട്. പണ്ട് ഈ അടുക്കളയിലെ അടുപ്പൊക്കെ സ്വർണ്ണം എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വീട് മുഴുവൻ സ്വർണ്ണമാണേ. ആ തത്തോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുമോ, സുഖമല്ലേ തത്തേന്ന്? കുറച്ച് സാഹിത്യം പഠിച്ചിട്ടുള്ള തത്തയാണെങ്കിൽ വെള്ളത്തോളിൻ്റെ 2 വരികൾ പാടുന്നത്. ബന്ധൂരം കാഞ്ചനക്കൂട്ടിയിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. സുഖസൗകര്യങ്ങളിലൊക്കെ കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ഒന്നിനെ ആശ്രയിച്ച് നിൽക്കുന്ന സുഖമുണ്ടല്ലോ, അയ്യേ, അത് വിലപ്പുമില്ല. അതിനോട് വലിയ താല്പര്യമില്ല എനിക്ക്. അന്യാശ്രയമില്ലാതെ കിട്ടുന്ന സുഖമാണെങ്കിൽ ഓക്കെ. ഇത് ഐ എം ഡിപ്പെൻഡൻറ്റ്. അയാൾ പോയി ഞാൻ എന്ത് ചെയ്യും? അപ്പം എത്ര ഭോഗവസ്തുക്കൾ ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല. ഈ തത്തയുടെ കൂട്ടാ എന്തെല്ലാം ഭോഗവസ്തുക്കളാണ് തത്തയ്ക്ക് അവിടെ കളിപ്പാട്ടങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ബന്ധൂരം കാഞ്ചനക്കൂട്ടിയിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. അപ്പം ഈ താൽക്കാലികമായിട്ടുള്ള ഭൗതിക സുഖങ്ങളെല്ലാം തന്നെ കാഞ്ചനക്കൂട്ടിലെ ബന്ധനാണ്. ഏതോ ഒരു പ്രതിഭാസത്തിൻ്റെ അടിമയായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. വെറുതെ അല്ല മനു ദ ലോ മേക്കർ മനുസ്മൃതിയിൽ എഴുതി വച്ചിരിക്കുന്നത്. സർവം പരവശം ദുഃഖം, സർവം ആത്മവശം സുഖം. സർവം പരവശം ദുഃഖം. പരൻ്റെ വശമായിട്ടിരിക്കുന്നത് എല്ലാം ദുഃഖകരാ. വേറൊരാൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എല്ലാം ദുഃഖകരാ. അവൻ്റെ കൈ നമ്മുടെ തലോണയായിട്ട് ഉപയോഗിക്കുന്നത് ദുഃഖകരാണ്. അവൻ്റെ കാഞ്ചനക്കൂട് എൻ്റെ വീടായിട്ട് ഉപയോഗിക്കുന്നത് എനിക്ക് ദുഃഖകരാണ്, കാഞ്ചനാണെങ്കിലും. സർവം പരവശം ദുഃഖം, സർവം ആത്മവശം സുഖം. എന്നിൽ ഞാൻ നിയന്ത്രണമായിട്ടിരിക്കുന്നതാണെങ്കിലോ സെൽഫ് ജനറേറ്റഡ് ഹാപ്പിനെസ് ഈസ് വാട്ട് ഐ ആം ഗെറ്റിംഗ്, നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ എനിത്തിങ് എൽസ്. നേരത്തെ ഉറക്കം എന്നൊക്കെ പറഞ്ഞില്ലേ, അജാട നിദ്രയാണെങ്കിലോ, ഉണർവോട് കൂടിയിട്ടുള്ള ഉറക്കമാണെങ്കിലോ
ഉണർന്നിരിക്കുന്ന ഉറക്കാണെങ്കിലോ, ഞാൻ ഉറക്കത്തിൽ സുഖം അനുഭവിക്കുന്നുള്ളൂ ശരി, പക്ഷേ ആ ഉറക്കം ഞാൻ അറിയുന്നില്ലല്ലോ. എനിക്കത് സുഖം അനുഭവിക്കുന്ന സമയത്ത് ഞാൻ സുഖം അനുഭവിക്കുന്നു അറിയില്ലല്ലോ. സാന്ദ്രാനന്ദാവ ബോധാത്മകം അനുപമിതം, സാന്ദ്ര ആനന്ദ അവബോധം, അവബോധത്തോട് കൂടിയിട്ട് എനിക്ക് ആനന്ദം അനുഭവിക്കണം. അനുഭവിക്കുമ്പോൾ ഞാൻ അറിയണം ഞാൻ ആനന്ദം അനുഭവിക്കുന്നു എന്ന്. കോൺഷ്യസ്ലി ഐ മസ്റ്റ് എൻജോയ് ഹാപ്പിനെസ്. അല്ലാണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് സുഖമായിരുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം? പണ്ട് നാട്ടിലൊക്കെ എഴുതുന്ന പോലെ അയച്ച എഴുത്ത് കിട്ടി, ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ, അവിടെയും സുഖം എന്ന് വിശ്വസിക്കുന്നു, അങ്ങനെ എഴുതിയിട്ട് എന്താ കാര്യം? നമുക്ക് അങ്ങനെയുള്ള സുഖമല്ലല്ലോ നമുക്ക് ആവശ്യം. സുഖം അനുഭവിക്കുമ്പോൾ ഐ മസ്റ്റ് എൻജോയ് ദ പ്ലഷർ ഓർ ഹാപ്പിനെസ്. അതെപ്പോഴാണ് കിട്ടുക? സർവം പരവശം ദുഃഖം. ആ ദുഃഖം കിട്ടുള്ളൂ. അന്യാശ്രയം ഉണ്ടെങ്കിൽ ദുഃഖം കിട്ടുള്ളൂ. പിന്നെ സുഖം നമുക്ക് എപ്പോഴാണ് അനുഭവിക്കാൻ പറ്റുക? സർവം ആത്മവശം സുഖം. വെൻ ഐ ആം വിത്തിൻ മൈസെൽഫ്, കൺട്രോളിങ് മൈസെൽഫ്. നേരത്തെ നമ്മൾ ആദ്യം ഭഗവത്ഗീതയിൽ നമ്മൾ ഭഗവത്ഗീതയിൽ കണ്ട പോലെ, യോ അന്തഃസുഖോ അന്തര്യാമ തഥോ അന്തർജ്യോതി ഏവജ. അന്തഃസുഖ അന്തര്യാമ, അന്തർജ്യോതിസ്സു കണ്ടവൻ ബ്രഹ്മഭൂത യോഗി ബ്രഹ്മാനന്ദമതാണ്ടിടും. ആ ബ്രഹ്മാനന്ദമാണ് ഞാൻ അനുഭവിക്കുന്നത്. ആ പ്ലഷർ ഈസ് പ്ലഷർ, ആ ഹാപ്പിനെസ് ഈസ് ഹാപ്പിനെസ്, ആ ജോയ് ഈസ് ജോയ്. ക്യാപിറ്റൽ ജെ, ക്യാപിറ്റൽ പി, ക്യാപിറ്റൽ എച്ച്. ബ്ലിസ് ആൻഡ് ബിയാറ്റിറ്റ്യൂഡ്, പീസ് എന്നൊക്കെ പറയേണ്ടത് അതാണ്. അപ്പോൾ സർവം പരവശം ദുഃഖം, സർവം ആത്മവശം സുഖം. എന്നിൽ ഉള്ള കാര്യങ്ങൾ, ഞാൻ അനുഭവിക്കുന്ന സുഖം എൻ്റെ നിയന്ത്രണത്തിനായിരിക്കണം. ഇറ്റ് ഈസ് അറ്റ് മൈ വിൽ ആൻഡ് പ്ലഷർ. എനിക്കെപ്പോഴാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്യാനും സ്വിച്ച് ഓൺ ചെയ്യാനുള്ള അർഹത വേണം, പവർ വേണം. വേറെ ആളുടെ അടിമത്തത്തിൽ ഞാൻ ജീവിക്കുന്നതിൽ എനിക്ക് യാതൊരു അർത്ഥമില്ല. ദാറ്റ് ഈസ് നോട്ട് എ പ്ലഷർ അറ്റ് ഓൾ. അത് ഭിക്ഷ തരണ പോലെ തരുമെന്ന് മാത്രം. അറ്റ് ഹിസ് വിൽ ആൻഡ് പ്ലഷർ. യുവർ വിൽ ഈസ് മൈ പ്ലഷർ എന്ന് പറയില്ല നമ്മൾ. യെസ്, അത് നമുക്ക് ആവശ്യമില്ല. അതല്ല സ്പിരിച്വാലിറ്റിയുടെ ലക്ഷ്യം. സ്പിരിച്വാലിറ്റിയുടെ ലക്ഷ്യം ഈസ് ടു ബി ഇൻഡിപെൻഡൻറ്റ്. സർവം ആത്മവശം സുഖം ഇതി വിദ്യാത് സമാസേന സ്വരൂപം സുഖമശ്നുതേ. അവനവൻ്റെ സ്വരൂപത്തിൽ നിന്ന് കിട്ടുന്ന സുഖം തന്നെയാണ് ആ ശാശ്വതമായിട്ടുള്ള സുഖം. ഇതി വിദ്യാത് സമാസേന, ഇതറിഞ്ഞാലും എന്നാണ് മനുസ്മൃതി പറയുന്നത്. എന്താ അറിയേണ്ടത്? സർവം പരവശം ദുഃഖം. ഓർത്തിരുന്നോളൂ. സർവം രണ്ടുപേരെങ്കിലും ഓർത്തിരുന്നോളൂ. സർവം പരവശം ദുഃഖം, സർവം ആത്മവശം സുഖം. ബസ് ഇത് മനസ്സിലാക്കാം നമ്മൾ. ഡിപ്പെൻഡൻ്റ് ഹാപ്പിനെസ് ഈസ് നോ ഹാപ്പിനെസ് അറ്റ് ഓൾ. ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയാണ്, ആ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിനെയാണ് പറയണത്. പ്ലെയിൻ ഓഫ് കോൺഷ്യസ്നെസ്സിനെയാണ് നമ്മൾ പ്രമോദന എന്ന് പറയുന്നത്. വിശേഷേണ മോദന, പ്രമോദന, ഒരു സ്പെഷ്യൽ ഹാപ്പിനെസ്, അതാണ്. ഓക്കെ, 526 കിടക്കുക. ആനന്ദ തന്നെയാ പറയണത്. ഭീഷ്മർക്ക് ഇത് പറഞ്ഞ് എന്തൊക്കെയാ പറയേണ്ടത്, എങ്ങനെയൊക്കെയാ പറയേണ്ടത് ഒരു പിടി കിട്ടുന്നില്ല. ബ്രഹ്മാനന്ദം, ഭഗവാൻ എന്നൊക്കെ പറയുന്ന സമയത്തെ എന്തൊക്കെ വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുക. മനസ്സിലായോണാവോ യുധിഷ്ഠിരന് ഞാൻ പറഞ്ഞത്? അവനാണെങ്കിൽ ഒന്നും തിരിച്ചിങ്ങോട്ട് പറയണമില്ല, ഭവ്യത കൊണ്ട്. മനസ്സിലായോ? മനസ്സിലായില്ലേ? പ്രമോദന എന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ എന്നാ വേണ്ട, ആനന്ദ എന്ന് പറഞ്ഞു നോക്കുക. ആനന്ദ, ആനന്ദം എന്ന് വെച്ചാൽ എന്താ? ആനന്ദ സ്വരൂപനും ആനന്ദമായവനും. ഹി ഹിംസെൽഫ് ഈസ് ആനന്ദ, ഹി ഈസ് എൻജോയിങ് ആനന്ദ, ബോത്ത് വെർബ് ആൻഡ് നൗൺ. പ്രമോദനൻ എന്ന് പറഞ്ഞു നേരത്തെ. അത്യാവശ്യം സംസ്കൃതമൊക്കെ യുധിഷ്ഠിരക്ക് അറിയുന്നുണ്ടാവുമല്ലോ. പ്രമോദനൻ എന്ന് പറഞ്ഞു, മനസ്സിലാവണം. അപ്പോൾ ഭഗവാനെ പറ്റിയുള്ള ചിന്ത തന്നെ ഭക്തന്മാരെ ആനന്ദിപ്പിക്കുന്നു. പ്രമോദനൻ എന്ന് പേര് പറഞ്ഞാൽ തന്നെ ആനന്ദം ഉണ്ടാവണം മനസ്സിൽ. ഭഗവാന്റെ പേര് പറഞ്ഞാൽ മതി. സെൽഫ് ജനറേറ്റിംഗ് ഹാപ്പിനെസ്.
അതും ഡിപ്പെൻഡൻ്റ് അല്ലേ? പക്ഷെ അത് ആരെ ഡിപ്പെൻഡ് ചെയ്യണത്? അത് ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യണത്. ഈ ഭഗവാൻ ഭഗവാൻ എന്ന് പറയുന്നത് ആരാ? ഒരു വലിയ മഹാൻ. അപ്പം അടി കിട്ടുകയാണെങ്കിൽ മോദകെട്ട കൈ കൊണ്ട് അടി കിട്ടണമെന്ന് പറയാറില്ലേ? അപ്പോൾ ഈ നക്കാപ്പിച്ചകളെ ഡിപ്പെൻഡ് ചെയ്യണേക്കാൾ നല്ലതല്ലേ ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യുക? ഈ ലോകത്തിൻ്റെ മുഴുവൻ അധിപനായിട്ടുള്ള ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യല്ലേ നല്ലത്? അല്ലേ? മോദകെട്ട കൈ കൊണ്ട് അടി കിട്ടുകയല്ലേ നല്ലത്? അപ്പം ഭഗവാന്റെ നാമം സ്മരിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ നാമം കേട്ട് കഴിഞ്ഞാൽ ആനന്ദനാകുന്നു. അപ്പം ആ ആനന്ദത്തിനും ഭഗവാൻ ഡിപ്പെൻഡൻസ് ഇല്ലേ എന്ന് നമുക്ക് ചോദിക്കാം. ഭഗവാന്റെ ഡിപ്പെൻഡൻസ് ഉണ്ട്. പക്ഷെ അവിടെ ഭഗവാൻ ആരാണ് മനസ്സിലാക്കുക ആദ്യം. ആരാണ് നിങ്ങൾ ഈ പറയുന്ന ഭഗവാൻ? ഒന്ന്, അദ്ദേഹം ഒരു മഹാപുരുഷൻ. അങ്ങനെയായാലും ഡിപ്പെൻഡൻ്റ് ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെ പോലെ കാല് വാരില്ല, അല്പനല്ല, പൂർണ്ണനാണ്. അതുകൊണ്ട് കാല് വാരില്ല. അല്പന്മാർക്കാണ് ഈ കാലുവാരിലെ പ്രസ്താവന. ഈ കൈ വലിച്ചു നീട്ടങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യില്ലേ? ഒറ്റൻ്റെ തല ഈ കയ്യിൻ്റെ മുകളിൽ ഉണ്ടോ എന്ന് നോക്കാണ്ടേ കയ്യും വലിച്ചൊരു പോക്ക് പോവില്ലേ? അത് അല്പന്മാരെ ചെയ്യുക. അവരുടെ ഭാഗത്തു നിന്ന് ശരിയാണെങ്കിലും ഭഗവാൻ അങ്ങനെ ചെയ്യില്ല. ഭഗവാനൊക്കെ നീക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് നോക്കുള്ളൂ. വല്ലവരുടെ കൈ എൻ്റെ തല എൻ്റെ കയ്യിലുണ്ടെങ്കിൽ പാവം അതൊന്നെടുത്ത് മാറ്റി വെച്ചിട്ട് വല്ലയിടത്ത് വേറെ ഏതെങ്കിലും ഒരു തോർത്തുകൊണ്ടിട്ട് വെച്ചിട്ട് ഒരു തട വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യും അദ്ദേഹം. അദ്ദേഹം നമ്മളുടെ ആനന്ദത്തിനെ ഒരു കാലത്തും തടസ്സം ഉണ്ടാക്കില്ല. അത് ഭഗവാൻ. ഈസ് ദി വൺ ആൻഡ് ദി ഓൺലി വൺ ഹൂം യു ക്യാൻ ഡിപ്പെൻഡ്. ഏക അവലംബം അദ്ദേഹമാണ്. ഇനിയിപ്പോൾ അത് വിടൂ. എനിക്ക് അങ്ങനെ ഒരു ശക്തിയൊക്കെ ഡിപ്പെൻഡ് ചെയ്യണ്ട. എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യണം? വേണ്ട. ഈ ഭഗവാൻ എന്ന് പറയുന്നത് ആരാ? മറന്നു. ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ആ ആളാരാ? എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞനായിട്ടിരിക്കുന്ന ആളാണ്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട. എല്ലാവരുടെ ഹൃദയങ്ങളിലും ഞാൻ സന്നിവിഷ്ടനാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഇനി എന്തു വേണം പ്രമാണം? ഈ ഭഗവാൻ ഭഗവാൻ എന്ന് പറഞ്ഞ ആള് വേറെ ആരുമല്ല, അതൊരു സങ്കല്പമാണ്. ശരിക്കും ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലുണ്ട് ആള്. അപ്പോൾ ആ ആളുടെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് എന്താ തെറ്റ്? യു ആർ ഡിപ്പെൻഡിങ് ഓൺ യുവർ സെൽഫ്. മനസ്സിലായോ? അപ്പോൾ അവിടെയും ആർഗ്യുമെൻ്റ് പൊളിഞ്ഞു. അപ്പോൾ ഭഗവാന്റെ പേര് കേൾക്കുമ്പോഴേക്കും ആനന്ദം വരുന്നത് സ്വാഭാവികം. കാരണം എൻ്റെ പേര് തന്നെയാണ് ഞാൻ കേൾക്കണത്. അല്ലേ? അപ്പം ആനന്ദരൂപമായിട്ടും അമൃതരൂപമായിട്ടും ഭഗവാൻ ശോഭിക്കുന്നത് കൊണ്ട് ആ ആനന്ദരൂപത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ പോലും ആ ആനന്ദരൂപമാണ് നമ്മളുടെ രൂപമെന്ന് നമ്മൾ തിരിച്ചറിയാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ട് ആ ആനന്ദരൂപത്തിന് നമുക്ക് കിട്ടുന്ന ആനന്ദത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. ആനന്ദരൂപമായിട്ടും അമൃതരൂപമായിട്ടും ഭഗവാൻ ശോഭിക്കുന്നു എന്ന് നമ്മൾ പറയണതല്ല, ഉപനിഷത്തുകൾ ഉദ്ഘോഷിക്കുന്നതാണ്. ആനന്ദരൂപം അമൃതം യത് വിധാതി. ഉപനിഷത്ത് വാക്യാണത്. ആനന്ദരൂപം അമൃതം യത് വിഭാതി. അതാണ് പ്രകാശിക്കുന്നത്. എഫൾജൻസ് ഒക്കെ പറയില്ലേ? എന്താ എഫൾജ് ചെയ്യണത്? എന്ത് പ്രകാശമാണ് വരുന്നത്? ആനന്ദരൂപം അമൃതം, ഇമ്മോർട്ടൽ ബ്ലിസ് പാർ എക്സലൻസ്. ഇപ്പം എന്തൊക്കെയാ എങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് മതിയാവും എനിക്കറിയില്ല. അപ്പോൾ അതാണ് ആനന്ദ, പ്രമോദന, ആനന്ദ. അതൊക്കെ തന്നെ അർത്ഥം, എല്ലാം തന്നെ അർത്ഥം. അടുത്ത നാമം 527 അതന്നെ നന്ദന. അതേ വരുന്നു, വേറെ ഒന്ന്. അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, അർത്ഥമൊക്കെ ഒന്നാ. നന്ദന, ആഹ്ലാദിക്കുന്നവൻ. റെവൽസ് ഇൻ ബ്ലിസ്. രമന്തേ, നന്ദന, ആഹ്ലാദിക്കുന്നവൻ. പ്രമോദനൻ എന്ന് പറഞ്ഞാൽ ആനന്ദിപ്പിക്കുന്നതിനാൽ നന്ദനൻ.
നന്ദൻ എന്നുള്ള വാക്കും ചേരും. ചേർന്ന് ആ വാക്കും പറഞ്ഞു. നന്ദനൻ, പ്രമോദനൻ, പ്രമോദൻ ആനന്ദിപ്പിക്കുന്നതിനാൽ നന്ദനൻ. അത് തന്നെ ചുറ്റുപാടും അന്തരീക്ഷങ്ങളും സംഭവവികാസങ്ങളും വ്യക്തികളും എന്തായാലും വിഷമമില്ല. അതെന്തോ ആയിക്കോട്ടെ. എൻ്റെ മനസ്സ്, ഭക്തൻ്റെ മനസ്സ് എവിടെയെന്ന് നോക്കിയാൽ മതി. നമുക്കതേ നോക്കണ്ടു. അതാണ് ഇമ്പോർട്ടൻ്റ്. ഈ ചുറ്റുപാടുകളിലാണോ ഞാൻ സുഖം കണ്ടെത്തുന്നത്? ഈ വ്യക്തികളിലാണോ ഞാൻ സുഖം കണ്ടെത്തുന്നത്? ഈ സംഭവങ്ങളിലാണോ ഞാൻ സുഖം കണ്ടെത്തുന്നത്? TDM ഹാൾ സദ്യക്ക് പോയാൽ ആ സദ്യയിൽ നിന്ന് കിട്ടുന്ന സുഖമാണോ എൻ്റെ സുഖം? ഒരു 3 മണിക്കൂർ സിനിമ കൊട്ടായിൽ പോയിരുന്നാൽ അതിന് കിട്ടുന്ന സുഖമാണോ എൻ്റെ സുഖം? നല്ല കടൽക്കാറ്റ് കൊണ്ട് ബീച്ചിൽ ചെന്നിരിക്കുകയാണെങ്കിൽ ആ കിട്ടുന്ന ഇന്ദ്രിയങ്ങൾ വഴി കിട്ടുന്ന സുഖമാണോ സുഖം? നല്ല തുലാവർഷം ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ കൊള്ളണതാണോ സുഖം? ഏതാ സുഖം? ഈ സുഖങ്ങളൊക്കെ ഡിപ്പെൻഡൻ്റ് സുഖങ്ങളാണ്. ആ സുഖങ്ങൾ കിട്ടാൻ കാരണം നിങ്ങളുടെ മനസ്സൊക്കെ അപ്പം അതിനോട് പോയി. ഇന്ദ്രിയത്തിൻ്റെ കൂടെ മനസ്സ് പോയി. കടൽക്കാറ്റ് കൊള്ളാനാണെങ്കിലും ശരി, മഴ കൊള്ളാനാണെങ്കിലും ശരി, പാൽപ്പായസം കുടിക്കാനാണെങ്കിലും ശരി, TDM ഹാളിൽ സദ്യക്കാണെങ്കിലും ശരി, സിനിമ കൊട്ടായിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, അതാത് ഇന്ദ്രിയങ്ങൾ പ്രചോദിപ്പിക്കുന്നതിൻ്റെ കൂടെ മനസ്സും പോകുന്നത് കൊണ്ടാണ് അതിൽ നിന്ന് നമുക്ക് സുഖം കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ചുറ്റുപാടുകളും വ്യക്തികളും ബാക്കിയുള്ള ആൾക്കാരെല്ലാം ആധാരപ്പെട്ടിരിക്കും നമ്മളുടെ സുഖം. കാരണം നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങളുടെ കൂടെ അങ്ങോട്ട് പോയി. അപ്പോൾ ഈ ചുറ്റുപാടുകളും വ്യക്തികളും എന്താ പറയുക, സംഭവവികാസങ്ങളും എല്ലാം തന്നെ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, ഇന്ദ്രിയങ്ങളിൽ നിന്നും ചാടിത്തുള്ളുണ്ടോ? അത് കണ്ടോ ഇത് കണ്ടോ ആയിക്കോട്ടെ, കണ്ടോ നീ കണ്ടാൽ മതി, എനിക്കൊന്നും അറിയണ്ട. ഞാൻ എവിടെ കിടക്കണത്? ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്, കണ്ണുകൊണ്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ഓഫ് നോ കൺസേൺ ടു മീ. എൻ്റെ മനസ്സെവിടെ കിടക്കണത്? അവിടെ എവിടെ ജോലി സ്ഥലത്ത് പോയാലും ശരി, അമ്പലത്തിൽ പോയാലും ശരി, അൾട്ടിമേറ്റ്ലി കീ ഫാക്ടർ എന്താ, ഡിറ്റർമിനിങ് ഫാക്ടർ എന്താ? എപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പൊക്കോളൂ, ഭജിക്കാൻ അമ്പലത്തിൽ പൊക്കോളൂ, ഗുരുവായൂർ അമ്പലത്തിൽ പോയിരുന്നോളൂ. അൾട്ടിമേറ്റ്ലി അമ്പലത്തിൽ ചെന്നിരുന്നാൽ ഒരു റൗണ്ടൊക്കെ തൊഴുത് കഴിഞ്ഞ് അവിടെ മണ്ഡപത്തിൻ്റെ അവിടെ ചെന്ന് ഇങ്ങനെ ചാരി ഇരിക്കുകയെന്ന് വിചാരിക്കുക. നിങ്ങൾ സുഖം അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സ് എവിടെ നിൽക്കണം? ഇവിടുന്ന് അങ്ങോട്ട് പുറത്ത് പോയിട്ട് വേണം ഒരു ചായയും 2 പരിപ്പോടെയും കഴിക്കാൻ എന്നുള്ളതാണ് മനസ്സിലാച്ചാലോ സുഖം കിട്ടുമോ? ഗുരുവായൂരപ്പനെ നുകർന്ന സുഖം കിട്ടുമോ? നിങ്ങൾക്ക് കിട്ടില്ലല്ലോ. കാരണം എന്താ? ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും കണ്ണെവിടെയാ? മീൻകലത്തിൽ. പൂച്ചയുടെ കണ്ണ് എപ്പോഴും മീൻകലത്തിൽ തന്നെ. അപ്പോൾ എവിടെ ഏത് ചുറ്റുപാടിൽ നിങ്ങളെ കൊണ്ടിട്ടാലും പ്രഹ്ലാദന് അതല്ലേ പറ്റിയത്. ഏത് ചുറ്റുപാടായിക്കോട്ടെ, നാരായണ എന്നുള്ളത് അല്ലാണ്ട് വേറെ ഒന്നും ആ കുട്ടിയുടെ മനസ്സിലില്ല. പാമ്പിനെ കൊണ്ട് കടുപ്പിക്കാൻ നോക്കി, പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിച്ചു, വിഷം കൊടുത്തു, സോ വാട്ട്? പുരാണ കഥയാണ്, കുറച്ചൊക്കെ എക്സാജറേഷൻ ഉണ്ടാവും. നമ്മൾ അതിൻ്റെ പ്രിൻസിപ്പിൾ എടുക്കാൻ പാടുള്ളൂ. നാളെ പോയിട്ട് മലയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടരുത്, നാരായണ എന്ന് പറഞ്ഞിട്ട് ചാടരുത് താഴത്തേക്ക്. ഇതൊക്കെ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ഉള്ളതാണ് ഈ പുരാണങ്ങൾ. അപ്പോൾ നമ്മുടെ ചുറ്റുപാട് ഏതായാലും അതിലെല്ലാം എൻ്റെ പ്രസൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും, എൻ്റെ മനസ്സ് സദാസമയത്തും ഞാൻ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും, എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും, എൻ്റെ ഇന്ദ്രിയങ്ങൾ എങ്ങനെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. പക്ഷേ ഈവൻ ദെൻ എനിക്കൊരു ശ്രുതി മീട്ടണ പോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എപ്പോഴും എൻ്റെ പിന്നിൽ നാരായണ നാരായണ, കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ, അമ്മേ, ദേവി എന്നുള്ളൊരു ഭാവം നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അതിൽ നിന്നാണ് നമ്മൾ ആനന്ദം കിട്ടുന്നത്, അല്ലാണ്ട് മറ്റതിൽ നിന്നല്ല. ആ ആനന്ദമാണ് ആനന്ദം. ചായയും പരിപ്പടയിൽ നിന്ന് കിട്ടുന്ന ആനന്ദമല്ല ആനന്ദം. അത് തുച്ഛം. അത് കഴിഞ്ഞു. 2 പരിപ്പാട് 2 കടി അടിച്ചാൽ കഴിഞ്ഞാൽ പോയി.
അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലാണെങ്കിൽ പോലും നമ്മളുടെ മനസ്സ് എവിടെ വേണം? അവിടെ അലിയണം. ഭഗവാന്റെ അംഘ്രിപാദങ്ങളിൽ അണിയില്ല എന്നുണ്ടെങ്കിൽ ശങ്കരാചാര്യ പറഞ്ഞ പോലെ തതയ്ക്കും 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 തതയ്ക്കും, പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമ്മളുടെ മനസ്സ് സദാസമയത്ത് നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റാത്തൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? കളത്രോ മിത്രോ സുതനോ ആര് വേണമെങ്കിൽ ഉണ്ടായിട്ട് എന്താ കാര്യം? കുറേ ബാങ്ക് ബാലൻസ് ഉണ്ട്, നല്ല ഭാര്യ, നല്ല സ്വഭാവമുള്ള ഭാര്യ, നല്ല കുട്ടികൾ, ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? തതയ്ക്കും 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 തതയ്ക്കും, എന്താ കാര്യം? അപ്പോൾ നമ്മളുടെ അൾട്ടിമേറ്റ്ലി നമ്മളുടെ മനസ്സിൻ്റെ വ്യവസ്ഥ എവിടെയാണ്? വേർ ഈസ് ദ റെസിഡൻസ് ഓഫ് ഹോം ഓഫ് യുവർ മൈൻഡ്? മനസ്സിൻ്റെ വാസസ്ഥലം എവിടെ? ഇപ്പോൾ പ്രൊഫഷണലായിട്ട് പുറത്തേക്ക് ഒരു പണിയെടുക്കാൻ വേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതർവൈസ് ഹോം ഈസ് എൽസ്വെയർ. അതിനെക്കുറിച്ച് വിചാരമില്ലാണ്ടിരിക്കില്ല നമുക്ക്. ടൈപ്പ് റൈറ്ററിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ എക്സാമ്പിളാണ് ഹോം ലൈൻ. ഫിംഗേഴ്സ് എല്ലാം ഹോം ലൈനിൽ തിരിച്ചു വരണമെന്നൊരു നിബന്ധനയില്ലേ? ASTF GF. അതേപോലെ നമ്മളുടെ മനസ്സ് സദാസമയത്തും, ഇപ്പോൾ വേലക്കാർ നമ്മളുടെ വീട്ടിൽ ജോലി എടുക്കുന്നുണ്ടല്ലേ, എല്ലാ ജോലിയും അവൾ വളരെ കണിശമായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ ജോലി ചെയ്യുമ്പോഴും അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവളവിടെ വീട്ടിൽ താലോലിക്കുന്ന ഒരു മകളും അല്ലെങ്കിൽ മകളുടെ കുട്ടിയും അതിനെക്കുറിച്ചൊക്കെ അവരവിടെ ആലോചിക്കില്ലേ? അതിൽ നിന്നല്ലേ അവൾ ആനന്ദം കണ്ടെത്തണം. അല്ലാണ്ട് നിങ്ങൾക്ക് വേല ചെയ്യണ ഈ ചെറിയ വീട്ടിലുള്ള പണിയും പാത്രം കഴുകലും അടിച്ചുവാരലിൽ നിന്നാണോ അവൾ സുഖം കണ്ടെത്തുന്നത്? അതോ അവളുടെ മനസ്സിൽ സദാസമയത്തും ലഭിക്കുന്ന അവളുടെ കുട്ടിയും അവളുടെ കൊച്ചുമോളൊക്കെയാണോ മനസ്സിൽ അവൾക്ക് സുഖം കിട്ടുന്നത്? ആലോചിക്കൂ. അതേപോലെ തന്നെ നമ്മൾ എന്ത് ജോലി വേണമെങ്കിൽ ആയിക്കോട്ടെ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ താഴെക്കടയിലൊരു സ്വീപ്പർ ആയിക്കോട്ടെ, സോ വാട്ട്? എന്ത് കർമ്മം ചെയ്യാല ചെയ്യുന്ന കർമ്മം പ്രാരബ്ധവശാത്ത് ഞാൻ കർമ്മം ചെയ്യുന്നു എന്ന് മാത്രം. ബട്ട് അതർവൈസ് മൈ മൈൻഡ് ഈസ് അറ്റ് മൈ ഹൗസ്, ഈസ് അറ്റ് ഇറ്റ്സ് ഹൗസ്. മനസ്സിൻ്റെ ഗ്രഹത്തിലാണ് മനസ്സ് നിൽക്കണം. മനസ്സിൻ്റെ ഗ്രഹം എവിടെയാ? ബുദ്ധിയുടെ കാൽക്കലിൽ. ബുദ്ധി എവിടെയാ? ഭഗവാനായിട്ട് സ്ഥിരം സമ്പർക്കം നടത്തുന്നതാണ് ബുദ്ധി. അധികച്ഛതി, അവിടേക്കാണ് എത്തേണ്ടത്. അപ്പോൾ എവിടെ ഇരിക്കണോ, എവിടെ പോകണു, ചുറ്റുപാട്, നാലാൾക്കാരുടെ മുമ്പിൽ, നാലാൾക്കാരുടെ നടുക്കിൽ, ഇതൊന്നും ഒരു പ്രശ്നമില്ല. എവിടെ പോയാലും നമ്മളുടെ ആനന്ദം നമ്മൾ കണ്ടെത്തണം. ആ മനസ്സിനെ ആ സമയത്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ ആർക്കാണോ കഴിയുന്നത് അവൻ മാത്രമേ ആനന്ദം അനുഭവിക്കുന്നുള്ളൂ. ശങ്കരാചാര്യർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. ആൻഡ് ഹി അലോൺ ഗെറ്റ്സ് ഇറ്റ്. യോഗരഥോവാ ഭോഗരഥോവാ സംഘരഥോവാ സംഘവിഹീന. യോഗരഥോവാ, യോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, യോഗി, ധ്യാനത്തിലിരിക്കുന്ന ഒരാൾ. യോഗരഥോവാ ഭോഗരഥോവാ, ഭോഗം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ, ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ പ്ലഷർ. മറ്റത് ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ യോഗ. യോഗരഥോവാ ഭോഗരഥോവാ സംഘരഥോവാ, ഫുൾ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പീപ്പിൾ. വെജിറ്റബിൾ മാർക്കറ്റ് ഓർ ഫിഷ് മാർക്കറ്റ്, നമ്മൾ അതിൻ്റെ നടുക്കിലാണ് ചെന്നിരിക്കുന്നത്. കച്ചവടം ചെയ്യാന്നിരിക്കണവർക്ക് ആരാ? ഫിഷ് മാർക്കറ്റിൻ്റെ നടുക്കിലല്ലേ, വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ നടുക്കിലല്ലേ ഇരിക്കുന്നത്. സംഘരഥോവാ സംഘവിഹീന, ആരടുത്തില്ലാണ്ട് ഒറ്റയ്ക്ക് ഏകാന്തമായിട്ടിരിക്കണു. അങ്ങനെയാണെങ്കിലും കൊള്ളാം, ആൾക്കാരുടെ നടുക്കിലാണെങ്കിലും കൊള്ളാം. സംഘരഥോവാ സംഘവിഹീന. ഓക്കെ. യസ്യ, ആരുടെയാണോ ബ്രഹ്മണി രമതേ ചിത്തം, മനസ്സ് സദാസമയത്തും ഭഗവാനിലാണോ അവൻ നന്ദതി നന്ദതി നന്ദത്യൈവ. ഹി അലോൺ എൻജോയ്സ്, ഹി അലോൺ എൻജോയ്സ്. മനസ്സിലായില്ല? ഭജഗോവിന്ദത്തിലത്തെ ശ്ലോകമാണത്, രഹസികൻ ശ്ലോക. യോഗരഥോവാ ഭോഗരഥോവാ സംഘരഥോവാ സംഘവിഹീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യൈവ. എന്തൊരു ചാട്ടവാറുകൊണ്ടുള്ളൊരു അടി അതല്ലേ. അങ്ങനത്തെവർക്കെവിടെ സുഖം കിട്ടുള്ളൂ, അങ്ങനത്തെവർക്ക് ആനന്ദം കിട്ടുള്ളൂ. അവൻ മാത്രമേ ആനന്ദം അനുഭവിക്കുന്നുള്ളൂ. നന്ദതി നന്ദതി നന്ദത്യൈവ ഏവ ഹി അലോൺ. ഇത് കൂടുതൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത് പോസ് ചെയ്തിട്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്?
സ്റ്റേജിൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കയ്യും കാലൊക്കെ നിന്നിട്ട് പ്രഹരിക്കായിരുന്നു. അതിനെപ്പറ്റി ഞാൻ പെഴുന്നിട്ട് കയ്യും കാലും പോക്കിയിട്ട് എന്താ കാര്യം? നന്ദതി നന്ദതി നന്ദത്തേവ ഒന്ന് മനസ്സിലാക്കൂ എൻ്റെ തത്വം. മനസ്സിലായില്ലേ? അതാണ് നന്ദന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. നന്ദന, നന്ദ 528. നന്ദ എന്ന് വെച്ചാൽ സമൃദ്ധൻ അല്ലെങ്കിൽ പൂർണ്ണമായവൻ. നന്ദ, ഹു ഈസ് ഫുൾ, ഹു ഈസ് പ്ലെൻറ്റി, സമൃദ്ധൻ, പൂർണ്ണമായവൻ. എല്ലാ നക്കാപ്പിച്ച സുഖങ്ങളിൽ നിന്നും മുക്തി നേടിയവൻ എന്നർത്ഥം. അതായത് അത്തരത്തിലുള്ള നക്കാപ്പിച്ച സുഖങ്ങളെല്ലാം അയാൾക്ക് അപ്രസക്തമാണ്. സുഖം കിട്ടില്ല എന്നല്ല, ബട്ട് ഹീ ഈസ് നോട്ട് ബോതേഡ് ബിക്കോസ് ഹയർ ഹാപ്പിനെസ് ഈസ് ജനറേറ്റഡ് വിത്തിൻ ഹിംസെൽഫ്. അതിലും വലിയ എത്രയോ ഒരു പരമാനന്ദം ഉള്ളിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ. അങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് ഈ നക്കാപ്പിച്ചയ്ക്ക് കുറച്ച് ഉള്ളിച്ചമ്മന്തി, കുറച്ച് മാങ്ങ ഉപ്പിരുമ്പിയത്, ഇതിൽ നിന്ന് കിട്ടുന്ന സുഖത്തിന് വല്ലവരും ആഗ്രഹിക്കുമോ? ഇതൊന്നും ആശ്രയിക്കാതെ, യാതൊരു ആശ്രയവും കൂടാതെ സ്വയം ജനറേറ്റ് ചെയ്യുന്ന ഒരു സുഖമാണ് എൻ്റെ മനസ്സിൽ അനുഭൂതി എനിക്കെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തൃണം, അൺകൺസേൺഡ്, അപ്രസക്തമാണ് ഇതൊക്കെ. അതാണ് കറക്റ്റ് വാക്ക്. അതുകൊണ്ട് ഇല്ല എന്നല്ല, അനുഭവിക്കേണ്ടതെന്നല്ല, ഒക്കെ അനുഭവിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമൊന്നുമല്ലടോ. ഉണ്ട്, ഒരു ലക്ഷം മാങ്ങ കിട്ടിയപ്പോൾ തിന്നാത്തവരുണ്ടോ? വേണ്ട അവരുടെ ഇരിക്കില്ലല്ലോ. എന്തിനാ വേണ്ടവരാണ്? ഒരു ലക്ഷം മാങ്ങ തന്നു, 2 ചോള ചക്ക തന്നു, ഓ കുഴപ്പമില്ല. പക്ഷേ അത് കിട്ടിയില്ലാലും കിട്ടിയില്ലെങ്കിലും ഇറ്റ് ഈസ് അപ്രസക്തം. ഇറ്റ് ഈസ് ഐ ആം നോട്ട് കൺസേൺഡ് അബൌട്ട് ഇറ്റ്. എൻ്റെ സുഖം ചക്കച്ചോളയിലും മാങ്ങ കഷ്ണത്തിലും അല്ല. എൻ്റെ സുഖം കിടക്കുന്നത് എവിടെയാ? ഐ ആം ഡിപ്പെൻഡിങ് അപ്പോൺ ഹൂം? ഡിപ്പെൻഡിങ് അപ്പോൺ ഭഗവാൻ. ആൻഡ് ഹൂ ഇസ് ഭഗവാൻ? ഭഗവാൻ ഈസ് മൈ സെൽഫ്. സോ ഐ ആം ഡിപ്പെൻഡിങ് അപ്പോൺ മൈ സെൽഫ്. അപ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെ ഒരു യാത്ര ചെയ്യാണ്, ഫ്രം മൈ സെൽഫ് ടു മൈ സെൽഫ്. എൻ്റെ ജേർണിയുടെ ലക്ഷ്യം അതാണ്. തുടക്കം എവിടെയാ? മൈ സെൽഫ്, ചെറിയ എം. എങ്ങടാ പോണ്? മൈ സെൽഫ്, വലിയ എം. അപ്പോൾ ചെറിയ മൈ സെൽഫിൽ നിന്ന് വലിയ മൈ സെൽഫിലേക്കുള്ള യാത്രയാണ് നമ്മൾ. അപ്പോൾ എനിക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യണ്ട. ഐ ആം ഡിപ്പെൻഡിങ് അപ്പോൺ മൈ സെൽഫ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ കേൾക്കണതൊന്നും പുരാണങ്ങളൊന്നും ഹിസ് സ്റ്റോറി അല്ല. ഓക്കെ, ഇറ്റ് ഈസ് മൈ സ്റ്റോറി. മിസ്റ്ററി അല്ല, മൈ സ്റ്റോറി. ഹിസ്റ്ററി അല്ല, ഇറ്റ് ഈസ് മിസ്റ്ററി. വെച്ചാൽ മൈ സ്റ്റോറി എന്നർത്ഥം. അത് എൻ്റെ തന്നെ ഒരു കഥയായിട്ട് മാറുകയാണ്. അപ്പം എല്ലാ ഭൗതിക നക്കാപ്പിച്ച സുഖങ്ങളിൽ നിന്നും മുക്തി നേടിയവനാണ് നന്ദനൻ, സമൃദ്ധൻ, പൂർണ്ണൻ, അൺകണ്ടീഷൻഡ്. ഈ അൺകണ്ടീഷൻഡ് നക്കാപ്പിച്ച സുഖം നൽകുന്നത് ഏതാ? കാമം. ആഗ്രഹമല്ലേ സുഖം നൽകണം? നമുക്ക് ആലോചിച്ച് നോക്കൂ. ആഗ്രഹം കാരണമല്ലേ നിങ്ങൾക്ക് ഈ സുഖങ്ങളെല്ലാം കിട്ടുന്നത്? എന്ത് സുഖമാണെങ്കിൽ ആയിക്കോട്ടെ, ഏത് ഭൗതിക സുഖം വേണമെങ്കിലും എടുത്തോളൂ, ഏത് ലൗകിക സുഖം വേണമെങ്കിൽ എടുത്തോളൂ. കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ആഗ്രഹം കൊണ്ടല്ലേ കിട്ടുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഡിസയർ ദാറ്റ് യു ആർ ഗെറ്റിംഗ് ഹാപ്പിനെസ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? ആഗ്രഹം ഇല്ലാത്ത പിന്നെ എന്താ ഹാപ്പിനെസ്സാണ്? അപ്പോൾ ഈ കാമം എന്ന് പറയുന്ന സാധനം നമുക്ക് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിനെ കൂട്ടുപിടിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന ഫലം എന്താ? ഒന്ന് ഇച്ഛാഭംഗം അല്ലെങ്കിൽ ക്രോധം. അപ്പോൾ ഈ നക്കാപ്പിച്ചയായിരിക്കുന്ന കാമത്തിനെ പിടിച്ചു കഴിഞ്ഞ് സുഖം മേടിക്കാൻ അന്വേഷിച്ചാൽ അതിൽ നിന്ന് ഒന്നുകിൽ നമുക്ക് ഇച്ഛാഭംഗം കിട്ടും, അല്ലെങ്കിൽ ക്രോധം കിട്ടും. വലിയതിലാണ് സുഖം, അല്പത്തിൽ സുഖമില്ല എന്നർത്ഥം വരുന്ന ഉപനിഷത്ത് വാക്യങ്ങളുണ്ട്. ഛന്ദോപനിഷത്തിൽ എഴുതിയിട്ടുണ്ട്. യോ വൈ ഭൂമമത് സുഖം. ഏതാണോ ഭൂമമായിരിക്കുന്നത്, വലുതായിരിക്കുന്നത്, യോ വൈ ഭൂമാ തത് സുഖം, അതാണ് സുഖം. ന അല്പേന സുഖമസ്തു. അല്പന്മാരുടെ എന്ന് സുഖം കിട്ടില്ല നിങ്ങൾക്ക്. കാമത്തിനൊക്കെ എന്ത് സുഖം തരാൻ പറ്റും നിങ്ങൾക്ക്? ഇറ്റ് വിൽ ഓൺലി മിസ്ലീഡ് യു. ഇറ്റ് വിൽ പുട്ട് യു ഇൻ ഡേഞ്ചർ.
അല്പന്മാർക്ക് ഒരു കാലത്തും തരാൻ പറ്റില്ല. വലിയവർക്കേ അത് പറ്റൂ. മഹാത്മാക്കൾക്ക് എങ്ങനെ പറ്റൂ? ഭഗവാൻ മഹാത്മാവായതുകൊണ്ട് ഭഗവാന് മാത്രം അങ്ങനെ സുഖം തരാൻ പറ്റൂ. ആൻഡ് ഭഗവാൻ ഈസ് നൺ അതർ ദാൻ യു. അപ്പോൾ നമ്മൾ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാനേ പറ്റുള്ളൂ. കാമം പൂർത്തീകരിച്ച് കിട്ടുന്ന സുഖം ശാശ്വത സുഖമല്ല. കാമം പൂർത്തീകരിക്കുന്ന കാമം എന്താ? ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന കാമം അല്ലേ? ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് നമുക്ക് ഇന്ദ്രിയ വസ്തുക്കളിലൂടെ ഇന്ദ്രിയ വിഷയങ്ങൾ സ്പർശിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു റിയാക്ഷനാണ് നമ്മുടെ പ്ലഷർ. അത് അധികം കാലം നിൽക്കില്ല. ഏഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയ ഏവ ച. ഏഹി ഏതാണോ സംസ്പർശജാ ഭോഗ, സ്പർശം കൊണ്ടുണ്ടാകുന്ന ഭോഗം. എ ഭോഗം അറൈസിങ് ഔട്ട് ഓഫ് എ ഫ്രിക്ഷൻ. എന്താ ഫ്രിക്ഷൻ? ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും കൂടി സ്പർശിക്കുന്നത്. ദർ ഇസ് എൻ എലിമെൻ്റ് ഓഫ് ടച്ച് ബിറ്റ്വീൻ ഇന്ദ്രിയങ്ങൾ ആൻഡ് ഇന്ദ്രിയ വിഷയങ്ങൾ. കണ്ണകാത നാക്കമൂക്ക തൊക്കൊക്കെ ഇല്ലേ? ഇത് അവരുടെ റെസ്പെക്റ്റീവായിട്ടുള്ള ഇന്ദ്രിയ വിഷയങ്ങളെ സ്പർശിക്കുമ്പോൾ ഏഹി സംസ്പർശജ ഭോഗ, അതിൽ നിന്ന് കിട്ടുന്ന ആ ഭോഗം ദുഃഖയോനയവച. ഇറ്റ് വിൽ ഓൺലി ലീഡ് യു ടു ഡിസാസ്റ്റർ. അണ്ടർസ്റ്റാൻഡ്? ആദ്യന്തവന്ത കൗന്ദേയ, അതിനൊരു അറ്റമുണ്ട്, അതിനൊരു തുടക്കമുണ്ട്, അതിനൊരു അവസാനമുണ്ട്. ഇറ്റ്സ് ഓൺലി ടെമ്പററി ഇൻ നേച്ചർ. നതേഷു രമതേ ബുധ. അതുകൊണ്ട് ബുദ്ധിമാന്മാർ അതിൽ രമിക്കുന്നില്ല. ദേ ഡോണ്ട് കെയർ. ഏഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനിഹ ഏവച ആദ്യന്തവന്ത കൗന്ദേയ നതേഷു രമതേ ബുധ. വിഷയാം സംഘസൗഖ്യങ്ങൾ ദുഃഖഹേതുക്കൾ തന്നെയാം. വിഷയത്തിൽ നിന്നുണ്ടാകുന്ന സംഘസൗഖ്യങ്ങൾ. ഏഹി സംസ്പർശജാഭോഗം. നോക്കൂ, എന്തൊരു മധുരമായിട്ടുള്ള തർജ്ജമയെ നോക്കൂ. ഏഹി സംസ്പർശജാഭോഗ വിഷയാം സംഘസൗഖ്യങ്ങൾ. വിഷയേന്ദ്രിയങ്ങളായിട്ട് സംഗമം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സുഖങ്ങൾ ദുഃഖഹേതുക്കൾ തന്നെയാം. ദുഃഖയോനയ ഏവച ആദ്യന്തവന്ത കൗന്ദേയ. ഉണ്ടാം നശിക്കും കൗന്ദേയ. ആദ്യന്തവന്ത കൗന്ദേയ നതേഷു രമതേ ബുധ. രമിക്കില്ലവയിൽ ബുധർ. ബുധന്മാർ, ബുദ്ധിയുള്ളവരതിൽ രമിക്കില്ല. അതുകൊണ്ട് കാമം നമ്മളുടെ മനസ്സിലുണ്ടാക്കി തരുന്ന ഡിസയർ, നമ്മളുടെ മനസ്സിലുണ്ടാക്കി തരുന്ന പ്ലഷർ ഉണ്ടല്ലോ, അത് ഒന്നുകിൽ കാമം ഇച്ഛാഭംഗം വരുത്തും, അതല്ല എന്നുണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാക്കും. അവസാനം ക്രോധത്തിലേക്ക് നയിക്കുകയെന്ന്. അത് നമുക്ക് ദുഃഖമായി തീരും ഇല്ല? ക്രോധം എന്ന് പറഞ്ഞാൽ അവസാനം അൾട്ടിമേറ്റ്ലി നമ്മൾ നശിക്കില്ലേ? ധ്യായതേ വിഷയാൻ പുംസ സംഘസ്തേഷുപജായതേ സംഘാത് സംജായതേ കാമ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. അപ്പോൾ ക്രോധം അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു പ്രണശ്യതി, ടോട്ടൽ ഡിസാസ്റ്റർ, ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഓഫ് പേഴ്സണാലിറ്റി. എവിടുന്ന് തുടങ്ങിയത്? കാമത്തിൽ നിന്ന്. സംഘാത് സംജായതേ കാമ. അവനാണ് പറഞ്ഞത്, ഞാൻ ഇപ്പം കൊണ്ടുവന്നേരാം സുഖട്ടോ, 10 മിനിറ്റ് ഇരിക്കും. ഇന്ദ്രിയ വിഷയങ്ങളോട് പറയും 10 മിനിറ്റ് ഞാൻ എപ്പോൾ കൊണ്ടുവന്നേരാം, ഇടുവാ എൻ്റെ കൂടെ വാ. മനസ്സിനോട് പറയും 2 മിനിറ്റ് ഇരിക്കും കേട്ടോ, ഇപ്പോൾ കൊണ്ടുവന്നേരാം. ഇയാളെ ഒന്ന് കൊണ്ടുപോകണ്ടേ? ഇന്ദ്രിയങ്ങളെ കൊണ്ടുപോയി ഇന്ദ്രിയ വിഷയങ്ങളുടെ അടുത്ത് ചെന്നു, സുഖം പിക്കപ്പ് ചെയ്തു, കൊണ്ടുവന്നു. ശാശ്വതമായിട്ടുള്ള സുഖമാണോ അത്? ചിലപ്പോൾ സുഖം കയ്യിൽ നിന്ന് ഉടഞ്ഞു വീണു പോവും, ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇച്ഛാഭംഗം വരും. വിചാരിച്ച കാര്യം നടന്നു വരില്ല, വിചാരിച്ച സുഖം കിട്ടിയെന്ന് വരില്ല, വിചാരിച്ച കാര്യം നമുക്ക് കയ്യിൽ നിന്നെന്ന് വരില്ല. അപ്പം എന്തായി? അപ്പോൾ ക്രോധമായി. അഥവാ കിട്ടിയെന്ന് വിചാരിക്കുക, കിട്ടിയാൽ പിന്നെ അത് വലിയൊരു കൊല്ലപ്പായി, പിന്നെ അത് സൂക്ഷിക്കണ്ടേ? അത് കയ്യിൽ നിന്നിട്ട് വീണുടഞ്ഞാലോ? സൂക്ഷിച്ച് കൊണ്ടുപോകണ്ടേ? ഹാൻഡിൽ വിത്ത് കെയർ എന്നുകൊണ്ട് കൊണ്ടുപോകണ്ടേ കിട്ടിയ സുഖത്തിനെ? ഇല്ലെങ്കിൽ നശിച്ചു പോയാലോ? ആരെങ്കിലും നോക്കിയാലോ? പ്രശ്നമായില്ലേ? അപ്പോൾ കാമത്തിൽ നിന്ന്
നക്കാപ്പിച്ച വസ്തുക്കളിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്ത് കിട്ടുന്ന സുഖങ്ങളൊന്നും ശാശ്വതമല്ല. അതുകൊണ്ട് ബുധന്മാർ അങ്ങോട്ട് നോക്കാറില്ല. വിഷയാം സംഘസൗഖ്യങ്ങൾ ദുഃഖഹേതുക്കൾ തന്നെയാം, ഉണ്ടാം നശിക്കും കൗന്ദേയ രമിക്കില്ലവയൽ ബുധർ നതേഷു രമതേ ബുധ. മനസ്സിലായോ? അയ്യോ, സമയം കുറച്ചായിപ്പോയി. ഇനി ഇതിന് ചെറിയൊരു വാല് ബാക്കിയുണ്ട്. ഈ കാമത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഈക്വേഷൻ ഉണ്ട്. നമ്മുടെ ഹാപ്പിനെസ്സിന് ഒരു ഈക്വേഷൻ ഉണ്ട്, ഒരു ഒരു അരിത്തമെറ്റിക്, സിമ്പിൾ അരിത്തമെറ്റിക് ഈക്വേഷൻ. അത് നമുക്ക് നാളെ പറയാം. അതുകൊണ്ട് അത് പറഞ്ഞ് തീർത്തിട്ട് അടുത്ത നാമത്തിലേക്ക് നമ്മൾ പോകുള്ളൂ. ഇന്നിപ്പോൾ അത് പറയാൻ നിന്നാൽ ഇനിയും സമയം വൈകും. ഓൾറെഡി 50 മിനിറ്റ് 51 മിനിറ്റായി. അപ്പം ഇനി ഞാൻ നീട്ടിക്കൊണ്ടോണില്ല. നമുക്ക് നാളേക്ക് ആ വാല് നാളെ ഡിസ്കസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ ഭഗവാനെ.